പണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിൽ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. കാലപ്പഴക്കത്താൽ ജീർണിച്ച ആ ക്ഷേത്രം പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചു. ഇതിനായി വിദഗ്ധരായ ആശാരിമാർ എത്തി. കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടെ വേണം ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ എന്നത് അവർക്ക് നിർബന്ധമായിരുന്നു. ദിവസങ്ങൾ നീണ്ട വ്രതവും പണിയും തുടരുന്നതിനിടയിൽ ഒരു ദിവസം പ്രധാനികളായ ചിലർക്ക് മീൻ കഴിക്കണമെന്ന് അതിയായ മോഹം തോന്നി. വ്രതം ലംഘിക്കാൻ പാടില്ലാത്തതിനാൽ പണി നിർത്തിവെച്ച് കുറച്ചു ദിവസം നാട്ടിൽ പോയി മീൻ കഴിച്ച് മടങ്ങി വരാമെന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ ഭഗവാൻ ശിവന്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു. ഭക്തരായ പണിക്കാരെ മടക്കി അയക്കാതെ അവരുടെ ആഗ്രഹം അവിടെ തന്നെ നിറവേറ്റാൻ ഭഗവാൻ തീരുമാനിച്ചു. ആശാരിമാർ പോകാൻ ഒരുങ്ങിയതിൻ്റെ പിറ്റേന്ന് ക്ഷേത്രത്തിന് താഴെയുള്ള പാടശേഖരത്തിൽ നാട്ടുകാർ ഒരു അത്ഭുതം കണ്ടു. ഉപ്പില്ലാത്ത ശുദ്ധജലം നിറഞ്ഞ ആ വയലിൽ അന്ന് കടൽ മീനായ അയല നിറഞ്ഞു നിൽക്കുന്നു. കടൽ കിലോമീറ്ററുകൾ അകലെയായിരുന്നിട്ടും വയലിലെ ആ വെള്ളത്തിന് കടൽ വെള്ളത്തിൻ്റെ ഉപ്പുരസമായിരുന്നു. ആശാരിമാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഭഗവാൻ കടലിനെ പാടത്തേക്ക് എത്തിച്ചു എന്നാണ് വിശ്വാസം. അന്ന് അയില മീൻ കണ്ട ആ സ്ഥലം അയിലം എന്നും കടൽ വെള്ളം കയറിയ വയൽഭാഗം കടൽക്കണ്ടം എന്നും അറിയപ്പെടുന്നു. ഭഗവാന്റെ അനുഗ്രഹം തിരിച്ചറിഞ്ഞ ആശാരിമാർ ആവേശത്തോടെ പണി തുടരുകയും കുറഞ്ഞ കാലയളവിനുള്ളിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കടൽക്കണ്ടത്തെക്കുറിച്ച് പിന്നീട് പല കഥകളും പ്രചരിച്ചു. ഒരിക്കൽ വയലിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകന്റെ കാളയും കലപ്പയും പാടത്തെ ഒരു കുഴിയിൽ താഴ്ന്നുപോയി. അത് പിന്നീട് പൊങ്ങിയത് ദൂരെയുള്ള കടലിലാണെന്ന് പറയപ്പെടുന്നു. അതോടെ ഈ പ്രദേശം കടലുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇത് കടലിൻ്റെ പൊക്കിൾ ആണെന്നും ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങി. ഇന്നും ഒരു അത്ഭുതമായി കടൽക്കണ്ടം നിലനിൽക്കുന്നു. കഠിനമായ വേനലിലും ഈ കുഴിയിലെ വെള്ളം വറ്റാറില്ല. ചുറ്റുമുള്ള കിണറുകളിലെല്ലാം ശുദ്ധജലമാണെങ്കിലും ഈ ഭാഗത്തെ വെള്ളത്തിന് ഇപ്പോഴും കടൽ വെള്ളത്തിൻ്റെ ഉപ്പുരസമാണ്. ഇന്ന് കടൽക്കണ്ടത്തിന് ചുറ്റും കല്ലുകെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ശിവഭഗവാനും അവിടുത്തെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠയായ ഇണ്ടിളയപ്പനും ആ നാടിൻ്റെ ഐശ്വര്യമായി ഇന്നും വാഴുന്നു. ക്ഷേത്ര ഉത്സവത്തിന് കടൽക്കണ്ടത്തിന് അരികിൽ ഭക്തർ പൊങ്കാല അർപ്പിക്കാറുണ്ട്. നാടിനെ ദുരിതങ്ങളിൽ നിന്നും കാക്കുന്ന ഈ പുണ്യഭൂമി ഇന്നും ഭക്തർക്ക് വലിയൊരു വിസ്മയമാണ്.